ശബരിമല സ്വർണ്ണപ്പാളി വിവാദം അത് രൂക്ഷമായ രീതിയിൽ അതിൽ ഇടപെടാൻ തന്നെയാണ്, സർക്കാരിനെതിരെ ഇടപെടാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അങ്ങനെയാണ് സഭയിലേക്ക് എത്തിയിരിക്കുന്നത്. ചോദ്യോത്തര വേളയിൽ തന്നെ ഈ കാര്യം അവതരിപ്പിക്കാനാണ് പ്രതിപക്ഷം പിന്നീട് തീരുമാനിച്ചത്. അടിയന്തര പ്രമേയ നോട്ടീസായിട്ട് കൊണ്ടുവരുമെന്നായിരുന്നു ആദ്യം വന്നിരുന്ന വിവരങ്ങൾ. പക്ഷേ അങ്ങനെയല്ല. ചോദ്യോത്തര വേളയിൽ ഈ കാര്യങ്ങൾ ഉന്നയിച്ചപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്നു. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ധനമന്ത്രി സംസാരിക്കുന്നതിനിടയിൽ പറയുന്നുണ്ടായിരുന്നു സ്പീക്കറെ കാണാൻ പറ്റുന്നില്ല എന്നുള്ളത്. അങ്ങനെയാണ് ബാനർ ഉയർത്തിക്കൊണ്ടുള്ള പ്രതിഷേധം. സ്പീക്കറിന്റെ ഡയസിന് മുന്നിൽ തന്നെ സ്പീക്കറിനെ മറച്ചു വെച്ചുകൊണ്ട് തന്നെയാണ് ആ പ്രതിഷേധത്തിലേക്ക് പോയത്. ഈ വിഷയം ചർച്ച ചെയ്യുക തന്നെ വേണമെന്നാണ് പ്രതിപക്ഷം സഭയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ചോദ്യോത്തര വേള നിർത്തിവെച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം വീണ്ടും സഭാ നടപടികൾ ആരംഭിക്കുകയാണ്. എങ്കിൽ കൂടി ഈ പ്രതിഷേധം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകും എന്ന് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും അറിയാൻ പറ്റുന്നത്. അമൽ തേനമ്പറമ്പിൽ തുടരുന്നുണ്ട്. അമൽ, എന്തായാലും ഇനി സഭ വീണ്ടും ചേരുമ്പോഴത്തേക്കും ഈ വിഷയം തന്നെ പ്രതിപക്ഷം ഉന്നയിക്കും. അപ്പോൾ വീണ്ടും സഭ പ്രക്ഷുബ്ധമാകും. അങ്ങനെയല്ലേ കാര്യങ്ങളുടെ പോക്ക്? ഇതിനിടയിൽ കുറ്റക്കാരെ ആരെയും സംരക്ഷിക്കില്ല എന്ന് ധനമന്ത്രി പറയുന്നുണ്ടായിരുന്നു. തൊട്ടുപുറകിൽ വി.എൻ. വാസവനൊക്കെ നിൽപ്പുന്നുണ്ടായിരുന്നു. എന്തായാലും പ്രതിപക്ഷം ഈ പിടിവിടില്ലല്ലേ? ചോദ്യോത്തരവേള ഇനിയിപ്പോൾ പുനരാരംഭിക്കാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇനിയിപ്പോൾ മറ്റ് നടപടികൾ തുടങ്ങിയാൽ തന്നെ ആ നടപടികളും തടസ്സപ്പെടുത്തുന്ന ഒരു നിലപാട് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അടിയന്തര പ്രമേയത്തിന് മുന്നേ തന്നെ ഇത്തരം വിഷയങ്ങൾ ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നത് പോലീസ് അതിക്രമമാണെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി അടക്കമുള്ള വിഷയങ്ങളും കഴിഞ്ഞ ദിവസം സഭയിലേക്ക് എത്തിയിരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള ഈ ചോദ്യോത്തരവേളയിൽ തന്നെയുള്ള പ്രതിഷേധമൊന്നും കണ്ടതല്ല. പക്ഷേ ഈ വിഷയം അത്തരത്തിലല്ല, വളരെ ഗൗരവമായി തന്നെ കാണാൻ പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യോത്തരവേളയിൽ തന്നെ പ്രതിഷേധം ഉണ്ടാകുന്നത്. സ്വാഭാവികമായും സഭാ നടപടികൾ പുനരാരംഭിക്കുമ്പോഴും ഇതേ തരത്തിലുള്ള പ്രതിഷേധം തന്നെ വീണ്ടും ആവർത്തിക്കപ്പെടും. എന്തായാലും സഭാ നടപടികൾ ഇന്നെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല. എന്തായാലും പ്രതിപക്ഷത്തിന്റെ നിലപാട് അനുസരിച്ചിരിക്കും ഇനിയുള്ള നടപടികളുടെ ഒരു സഭാ നടപടികളിലൂടെ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രതിപക്ഷത്തിന്റെ ഇടപെടൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ അമൽ? ഇനിയിപ്പോൾ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടില്ല. ഇനിയിപ്പോൾ 10 മണി സമയമാകുമ്പോൾ സാധാരണ നിലയിൽ 10 മണിക്കാണ് അടിയന്തര പ്രമേയ നോട്ടീസിൽ എന്ത് തീരുമാനം എന്നുള്ളത് സർക്കാർ പറയുക, അല്ലെങ്കിൽ സ്പീക്കർ നിലപാട് വ്യക്തമാക്കുക. പക്ഷേ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടില്ല. അപ്പോൾ ഈ ചോദ്യോത്തരവേളയിൽ ഈ വിഷയം ചർച്ച ചെയ്യാത്തതിനാൽ തന്നെ ഇനിയിപ്പോൾ ശ്രദ്ധ ക്ഷണിക്കലടക്കമുള്ള നടപടികളിലേക്ക് വരുമ്പോൾ ഈ വിഷയം അടിയന്തരമായി ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷത്തിന്റെ തുടരും. സ്വാഭാവികമായും ഇപ്പോൾ സ്പീക്കറുടെ ഡയസിന് താഴെയാണ് എങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതുപോലെ സ്പീക്കർ ഡയസിലേക്ക് അടക്കം കയറി സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്ന നടപടിയിലേക്ക് പോകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെ വന്നാൽ സഭ വീണ്ടും പ്രക്ഷുബ്ധമാകും. ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിലുള്ള നിലപാട് എന്ന് പറയുന്നത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ്. അതിനാൽ തന്നെ ഈ വിഷയത്തിൽ സഭയിൽ ചർച്ച ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. അത് ആരെങ്കിലും വ്യക്തമാക്കുമോ അതോ സ്പീക്കർ തന്നെ ഇടപെട്ട് ആ കാര്യം സംസാരിക്കുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. എന്തായാലും നിലവിൽ സഭാ നടപടികൾ തടസ്സപ്പെടുത്തി മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. പൂജ. ശരി, അമൽ തേനമ്പറമ്പിലാണ് നിയമസഭയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണപ്പാളി വിവാദം അത് സർക്കാരിനെതിരെ ആയുധമാക്കി തന്നെ മുന്നിലേക്ക് പോവുകയാണ് പ്രതിപക്ഷം. നിയമസഭയിൽ ഈ വിഷയം ഇന്ന് എത്തുമെന്ന് ഉറപ്പുള്ള കാര്യമായിരുന്നു. അത് പ്രതിപക്ഷം കൊണ്ടെത്തിച്ചു. പക്ഷേ ശക്തമായ പ്രതിഷേധം അത് സഭയിൽ ഉണ്ടാകുന്നു. ഈ ദൃശ്യത്തിൽ കാണുന്നത് പോലെ തന്നെ ബാനർ ഉയർത്തി സ്പീക്കറിന് മുന്നിൽ അത് തടഞ്ഞുള്ള പ്രതിഷേധത്തിലേക്ക് പോവുകയാണ്. ചോദ്യോത്തര വേള നിർത്തിവെച്ചിരിക്കുകയാണ്. ഇനി മറ്റ് നടപടികളിലേക്കായിരിക്കും കടക്കുക. അപ്പോഴും ഈ പ്രതിഷേധം ഉണ്ടാകും എന്നാണ് മനസ്സിലാകുന്നത്. ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഉത്തരങ്ങൾ സർക്കാരിന്റെ നിലപാടൊക്കെ മുന്നിലേക്ക് വരേണ്ടതാണ്. അപ്പോൾ സന്നിധാനത്തെ ആ പ്രശ്നത്തിലേക്ക് നമുക്ക് കൃത്യമായിട്ട് തന്നെ പോകാം. കാരണം പ്രധാനപ്പെട്ട വിവരങ്ങൾ, തെളിവുകൾ, പ്രതികരണങ്ങളൊക്കെ തന്നെയും മാതൃഭൂമി ന്യൂസ് ഈ സ്വർണ്ണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ട് സത്യാവസ്ഥ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ടായിരുന്നു. 2019 ശബരിമല സന്നിധാനത്ത് നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കൽ കൊടുത്തുവിട്ടത് വിജയ് മല്യ സ്വർണം പൊതിഞ്ഞ ദ്വാരപാലക പാളികളാണ് എന്ന് ഏതാണ്ട് ഉറപ്പായ കാര്യം തന്നെയാണ്. കാരണം ഇന്ന് മുൻ മേൽശാന്തിയുടെ വാക്കുകൾ പോലും നമ്മൾ കേട്ടതാണ്. അദ്ദേഹവും ഉറപ്പിക്കുന്നുണ്ട്. കാരണം അന്ന് ഈ വിജയ് മല്യ ഈ സ്വർണം പൊതിഞ്ഞ സമയത്ത് അദ്ദേഹമായിരുന്നു. ആ വാക്കുകൾ കൂടി നമ്മൾ കേട്ടതാണ്. അദ്ദേഹവും ഉറപ്പിക്കുന്നുണ്ട് ഇത് സ്വർണം തന്നെയായിരുന്നു. പിന്നെ എങ്ങനെയാണ് ചെമ്പായത് എന്നുള്ളതാണ് ആ ചോദ്യം അവരുടെ ഭാഗത്തു നിന്നും ഉയർന്നത്. ഇക്കാര്യത്തിൽ ഇത് ചെമ്പ് എന്ന് തന്നെയായിരുന്നു ഈ നിലപാട്. ഈ ഒരു പ്രശ്നത്തിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ എ പത്മകുമാർ പലതവണ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് ഈ നിലപാടിൽ ഇനി ഉറച്ചു നിൽക്കുമോ, അത് മാത്രമോ ചെമ്പ് പാളി എന്ന് മഹസറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നല്ലോ, അത് അന്നത്തെ തിരുവാഭരണം കമ്മീഷണറാണ്, അദ്ദേഹത്തിന് മറുപടിയുണ്ടോ? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൂടി ഉയരുന്നുണ്ട്.